നമസ്കാരം. ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നവരോടായിട്ടാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഏറെ പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് ഇപിഎഫ്ഒ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. പഴയ സ്കീമിൽ നിന്ന് പുതിയ സ്കീമിലേക്ക് മാറുമ്പോൾ വന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. പുതിയ 75/25 റൂൾ എന്താണെന്നും പാൻ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പണത്തിൽ നിന്ന് എത്ര ശതമാനം ടാക്സ് പോകുമെന്നും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളം, പിഎഫ് പണം പിൻവലിക്കൽ, ടാക്സ് നിയമങ്ങൾ എന്നിങ്ങനെ കോൺട്രിബ്യൂഷൻ നിയമം മുതൽ ഇൻഷുറൻസ് പരിരക്ഷ വരെ ഒന്നുപോലും വിട്ടുപോകാതെ വളരെ ലളിതമായി ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. വെൽക്കം ടു മൈ സയൻസ് ഗ്യാരേജ്. അപ്പോൾ ഈ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അതായത് പിഎഫ് കോൺട്രിബ്യൂഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്നാണ് ആദ്യം പറയുന്നത്. തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. സാധാരണയായി നിങ്ങളുടെ അടിസ്ഥാന ശമ്പളത്തിൻ്റെയും DAയുടെയും 12% പി എഫിലേക്ക് പിടിക്കുന്നത്. അത്രയും തന്നെ തുക നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളുടെ PF അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യണം. ഇനി നമുക്ക് പഴയതും പുതിയതും തമ്മിലുള്ള മാറ്റം പരിശോധിക്കാം. മുൻപ് അടിസ്ഥാന ശമ്പളം 15,000 രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് കമ്പനികൾ അവരുടെ മുഴുവൻ ബേസിക് സാലറിയുടെയും 12% PF ആയി പിടിക്കും. എന്നാൽ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ഉയർന്ന ശമ്പളമുള്ളവർക്ക് പോലും പ്രതിമാസ PF കോൺട്രിബ്യൂഷൻ 1,800 രൂപ എന്ന മിനിമം പരിധിയിലേക്ക് വേണമെങ്കിൽ നിജപ്പെടുത്തുവാൻ കമ്പനിയോട് ആവശ്യപ്പെടാം. അതായത് മാസം 15,000 രൂപ ബേസിക് സാലറി ഉള്ള ഒരാളുടെ 12% എന്ന് പറയുന്നത് 1,800 രൂപയാണ്. ആ ഒരു തുക മാത്രം നിർബന്ധിത കോൺട്രിബ്യൂഷനായി മാറ്റാൻ പുതിയ സ്കീമിൽ വ്യവസ്ഥയുണ്ട് എന്നാണ്. ഇതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ ബേസിക് സാലറി 50,000 രൂപയാണെന്ന് കരുതുക. പഴയ നിയമപ്രകാരം നിങ്ങളുടെ ശമ്പളത്തിൻ്റെ 12%, അതായത് 6,000 രൂപ PFിലേക്ക് പോകും. കമ്പനിയും 6,000 രൂപ നൽകും. എന്നാൽ പുതിയ നിയമപ്രകാരം നിങ്ങൾ മിനിമം കോൺട്രിബ്യൂഷൻ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് വെറും 1,800 രൂപ മാത്രം പിടിച്ചാൽ മതിയാകും. കമ്പനിയും 1,800 രൂപ ഇട്ടാൽ മതി എന്ന സിറ്റുവേഷൻ. ഒന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ലാഭമൊക്കെയാണെന്ന് തോന്നും. മാസം തോറും PFിലേക്ക് പോയിരുന്ന 6,000 രൂപയ്ക്ക് പകരം 1,800 രൂപ പോകുമ്പോൾ ബാക്കി 4,200 രൂപ നിങ്ങളുടെ കയ്യിൽ ഇൻ ഹാൻഡ് സാലറിയായി കിട്ടുമെന്നൊക്കെയാണ് കരുതുന്നത്. പെട്ടെന്ന് പണത്തിന് ആവശ്യമുള്ളവർക്കും അതേപോലെ ലോണൊക്കെ അടച്ചു തീർക്കാനുള്ളവർക്കും കയ്യിൽ കൂടുതൽ ക്യാഷ് കിട്ടുന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. PF എന്ന് പറയുന്നത് വെറും ഒരു നിക്ഷേപം മാത്രമല്ല. നമ്മുടെ റിട്ടയർമെന്റ് കാലത്തേക്കുള്ള ഏറ്റവും സുരക്ഷിതമായ സമ്പാദ്യമാണ്. നിലവിൽ 8.25% മുകളിലാണ് PF ലഭിക്കുന്ന പലിശ. ബാങ്ക് FDയേക്കാൾ വളരെ കൂടുതലാണിത്. നിങ്ങൾ മാസം അടയ്ക്കുന്ന തുക 6,000-ൽ നിന്ന് 1,800 കുറയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന പലിശ പണവും വലിയ രീതിയിൽ കുറയും. കോമ്പൗണ്ടിംഗ് പവർ വഴി ഭാവിയിൽ വിരമിക്കുമ്പോൾ കിട്ടേണ്ടിയിരുന്ന ലക്ഷക്കണക്കിന് രൂപയാണ് നിങ്ങൾ ഇന്ന് കയ്യിൽ വാങ്ങുന്ന ഈ ചെറിയ തുകയ്ക്ക് വേണ്ടി വേണ്ട എന്ന് വെക്കുന്നത്. കൂടാതെ നിങ്ങളുടെ പെൻഷൻ ഫണ്ടിലേക്ക് പോകുന്ന തുകയിലും ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവരാണെങ്കിൽ പഴയതുപോലെ തന്നെ 12% തുക PFിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ലത് എന്ന് തോന്നുന്നത്. ഇനി പറയുന്നത് ജോലി രാജിവെക്കുന്ന ഭൂരിഭാഗം പേരെയും നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. അതാണ് 75/25 റൂള്. പലർക്കും ജോലി രാജിവെച്ച് പുതിയൊരു ജോലി കിട്ടുന്നത് വരെയുള്ള സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് കയ്യിൽ പണമില്ലാതെയൊക്കെ വരുമ്പോഴോ ആദ്യം ഓർമ്മ വരുന്നത് PF അക്കൗണ്ടിലെ പണമാണ്. എന്നാൽ 2026 പുതിയ നിയമപ്രകാരം നിങ്ങൾ ജോലി രാജിവെച്ചാൽ പണം പിൻവലിക്കുന്ന രീതി പൂർണ്ണമായും മാറിയിരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ നമുക്ക് പഴയ അവസ്ഥയും പുതിയ നിയമവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുന്നത് മനസ്സിലാക്കാം. മുൻപ് നിങ്ങൾ ജോലി രാജിവെച്ചാൽ 100% PF തുകയും പിൻവലിക്കണമെങ്കിൽ തുടർച്ചയായി 2 മാസം തൊഴിലില്ലാതെ ഇരിക്കണമായിരുന്നു. അതായത് 2 മാസം തികഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയ്ക്കായി ഫോം അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. 1 മാസമാകുമ്പോൾ പണം അടിയന്തരമായ ആവശ്യമുണ്ടെങ്കിൽ പോലും പൂർണ്ണമായോ വലിയൊരു തുകയോ പിൻവലിക്കാൻ കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം EPF ഈ പ്രക്രിയ കുറച്ചുകൂടി സിമ്പിളാക്കി. ജീവനക്കാർക്ക് അടിയന്തരമായി പണം ആവശ്യമുണ്ടെങ്കിൽ 2 മാസം വരെ കാത്തിരിക്കേണ്ട. അതിനായി തുക 75% എന്നും 25% എന്നും രണ്ടായി തിരിച്ചു. നിങ്ങൾ ജോലി രാജിവെച്ച് വെറും 1 മാസം, കൃത്യമായി പറഞ്ഞാൽ 30 ദിവസം പൂർത്തിയാകുമ്പോൾ തന്നെ നിങ്ങളുടെ ആകെ PF സമ്പാദ്യത്തിൻ്റെ 75% വരെ തുക നിങ്ങൾക്ക് അടിയന്തരമായ ആവശ്യങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള 25% തുക കൂടി വേണമെങ്കിൽ മുൻപത്തെ പോലെ തന്നെ 2 മാസം തൊഴിലില്ലാതെയുള്ള കാലാവധി പൂർത്തിയാക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ PF അക്കൗണ്ടിൽ ആകെ 4 ലക്ഷം രൂപയുണ്ട് എന്നൊന്ന് കരുതുക. ജോലി വിട്ട് 1 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ 75%, അതായത് 3 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബാക്കി നിൽക്കുന്ന 25%, അതായത് 1 ലക്ഷം രൂപ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലി വിട്ട് 2 മാസം കഴിയുമ്പോൾ അതിനും അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇത് കേൾക്കുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ 75% ക്യാഷ് കിട്ടുമല്ലോ, സംഭവം കൊള്ളാം എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. എന്നാൽ ഇവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുള്ളത്. നിങ്ങൾ ഒരു മാസമാകുമ്പോൾ 75% തുക പിൻവലിച്ചാലും ബാക്കി 25% തുക അക്കൗണ്ടിൽ തന്നെ തൊടാതെ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ PF അക്കൗണ്ട് സജീവമായി തുടരും. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെൻഷൻ സർവീസും അതുപോലെ തന്നെ തുടരുമെന്നതാണ്. പിന്നീട് നിങ്ങൾ പുതിയൊരു കമ്പനിയിൽ ജോലി ചെയ്യാൻ കയറുമ്പോൾ പഴയ അക്കൗണ്ട് അങ്ങോട്ട് ലിങ്ക് ചെയ്യാനും പെൻഷൻ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത് വളരെ സഹായമാവും. എന്നാൽ നിങ്ങൾ 2 മാസം കാത്തിരുന്ന് ബാക്കി 25% തുക കൂടി അക്കൗണ്ടിൽ നിന്ന് തുടച്ചു മാറ്റിയാൽ നിങ്ങളുടെ ആ പഴയ PF അക്കൗണ്ട് അവിടെ ക്ലോസ് ചെയ്യപ്പെടും. അതോടെ നിങ്ങളുടെ പെൻഷൻ സർവീസ് അവിടെ അവസാനിക്കുകയും ചെയ്യും. പിന്നീട് പുതിയ കമ്പനിയിൽ പോകുമ്പോൾ 0-ത്തിൽ നിന്ന് പുതിയ സർവീസ് തുടങ്ങേണ്ടതായിട്ട് വരും. ചുരുക്കത്തിൽ അടിയന്തര ആവശ്യമുണ്ടെങ്കിൽ ഒരു മാസത്തിന് ശേഷം 75% തുക മാത്രം പിൻവലിക്കുക. ബാക്കി 25 അവിടെ തന്നെ ഇട്ടേക്കുക. അത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കും എന്നൊരു അഭിപ്രായമാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. അടുത്തതായി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള, എന്നാൽ ഭൂരിഭാഗം പേരും കൃത്യമായി ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അത് PF പിൻവലിക്കലിലെ ടാക്സ് നിയമങ്ങൾ അഥവാ TDSനെ പറ്റി. കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ അക്കൗണ്ടിലുള്ള PF തുക അപ്പാടെ അങ്ങ് പിൻവലിക്കാമെന്ന് വിചാരിച്ചാൽ വലിയൊരു തുക ടാക്സ് ഇനത്തിൽ ഗവൺമെന്റിലേക്ക് പോകും. പുതിയ സ്കീമിലേക്ക് മാറുമ്പോൾ ടാക്സ് വ്യവസ്ഥകൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ഞാനിത് പഴയ അവസ്ഥയുമായി താരതമ്യം ചെയ്ത് വളരെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കി തരാം. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും PFന്റെ അടിസ്ഥാന ടാക്സ് റൂൾ ഒന്ന് തന്നെയാണ്. നിങ്ങളൊരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒന്നിലധികം കമ്പനികളിലായോ തുടർച്ചയായി 5 വർഷം, അതായത് 60 മാസം ജോലി പൂർത്തിയാക്കുന്നതിന് മുൻപാണ് PF പണം പിൻവലിക്കുന്നതെങ്കിൽ ആ തുകയ്ക്ക് നിങ്ങൾ ടാക്സ് നൽകണം. എന്നാൽ 5 വർഷം തുടർച്ചയായി സർവീസ് പൂർത്തിയാക്കിയ ശേഷമാണ് നിങ്ങൾ പണം പിൻവലിക്കുന്നതെങ്കിൽ ആ തുക പൂർണ്ണമായും ടാക്സ് ഫ്രീ ആണ്. അതിൽ നിന്നും ₹1 പോലും ടാക്സ് ഈടാക്കില്ല എന്നാണ്. നിങ്ങൾ 5 വർഷം തികയ്ക്കുന്നതിന് മുൻപാണ് പണം പിൻവലിക്കുന്നതെങ്കിൽ പുതിയ നിയമപ്രകാരം നിങ്ങളുടെ അക്കൗണ്ടിൽ പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ടാക്സ് പിടിക്കുക. അതായത് നിങ്ങളുടെ PF അക്കൗണ്ടിൽ പാൻ കാർഡ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിൻവലിക്കുന്ന തുകയുടെ 10% TDS ആയി EPFO മുൻകൂട്ടി പിടിക്കും. ഇനി നിങ്ങളുടെ UAN നമ്പറുമായി പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ടാക്സ് നിരക്ക് 30%-ന് മുകളിലേക്ക് പോകും. സെസ്സും സർചാർജും ഒക്കെ കൂടുമ്പോൾ ഇത് ഏകദേശം 34.6% വരെയാകും എന്നൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ 3 വർഷം മാത്രം ജോലി ചെയ്ത ശേഷം കമ്പനി മാറി. നിങ്ങളുടെ PF അക്കൗണ്ടിൽ 1,00,000 രൂപയുണ്ട്. നിങ്ങളത് പിൻവലിക്കാൻ അപ്ലൈ ചെയ്യുമ്പോൾ കയ്യിൽ കിട്ടുന്ന തുക എത്രയായിരിക്കുമെന്ന് നിങ്ങൾക്കൊരു ഊഹം ഉണ്ടാവണം. പാൻ കാർഡ് ഉണ്ടെങ്കിൽ 1,00,000 രൂപയിൽ 10,000 രൂപ ടാക്സ് പോയിട്ട് ബാക്കി 90,000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും. എന്നാൽ പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ ഇരുന്ന ഇരിപ്പിൽ തന്നെ 30,000-ത്തിലധികം രൂപ ഗവൺമെന്റിലേക്ക് ഈ ഇനത്തിൽ പോവുകയും ചെയ്യും. നിങ്ങളുടെ കയ്യിലൊരു 65,000 രൂപയോളം മാത്രം വരും. ഇത് നിങ്ങളുടെ അധ്വാനത്തിന്മേൽ വരുന്ന വലിയൊരു നഷ്ടമാണ് എന്ന് തിരിച്ചറിയണം. മുൻപ് 50,000 രൂപയ്ക്ക് താഴെയുള്ള PF തുകകൾക്ക് 5 വർഷത്തിന് മുൻപ് പിൻവലിച്ചാലും TDS നിയമങ്ങളിൽ ചില ഇളവുകളൊക്കെ ലഭിക്കുന്നുണ്ടായിരുന്നു. പുതിയ ഓൺലൈൻ സിസ്റ്റം ഒക്കെ വന്നതോടെ ടാക്സ് ട്രാക്കിംഗ് വളരെ കൃത്യമാക്കിയിട്ടുണ്ട്. നിങ്ങൾ 5 വർഷത്തിന് മുൻപ് തുക പിൻവലിക്കുമ്പോൾ അത് നിങ്ങളുടെ ആ വർഷത്തെ ആകെ വരുമാനത്തിന്റെ കൂടെ കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് ഉയർന്ന ടാക്സ് സ്ലാബിൽ വരുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഉദാഹരണത്തിന് 20% അല്ലെങ്കിൽ 30% സ്ലാബിൽ വരുന്നെങ്കിൽ EPF തുകയ്ക്കും അതിനനുസരിച്ചുള്ള ടാക്സ് പിന്നീട് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നൽകേണ്ടി വരും എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ വലിയ ടാക്സ് നഷ്ടം നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്ന് ചിന്തിക്കാം. 2 വഴികളുണ്ട്. ആദ്യത്തേത്, ജോലി മാറുമ്പോൾ പഴയ PF പണം പിൻവലിക്കാതിരിക്കുക. പകരം നിങ്ങളുടെ UAN നമ്പർ ഉപയോഗിച്ച് പുതിയ കമ്പനിയിലേക്ക് ആ പണം ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സർവീസ് പീരീഡ് പഴയ കമ്പനിയിലേതും പുതിയ കമ്പനിയിലേതും കൂട്ടി വരും. അങ്ങനെ മൊത്തം സർവീസ് 5 വർഷം കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ടാക്സ് ഫ്രീ ആയിട്ട് മാറും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പണം പിൻവലിച്ചേ മതിയാകൂ എന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പാൻ കാർഡ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ നിങ്ങളുടെ വരുമാനം ടാക്സ് പരിധിക്ക് താഴെയാണ് എങ്കിൽ ടാക്സ് പിടിക്കാതിരിക്കാൻ ഫോം 15G, 15H എന്നിവ PF ക്ലെയിം ഫോമിനോടൊപ്പം ഓൺലൈനായി സമർപ്പിക്കുകയും വേണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാൻ കാർഡ് ലിങ്ക് ചെയ്യാതെയും 5 വർഷം തികയുന്നതിന് മുൻപും ഒരു കാരണവശാലും PF തുക പിൻവലിക്കരുത് എന്നാണ് പറയുന്നത്. 2026 EPFO നിയമ പരിഷ്കരണത്തിലെ ഏറ്റവും വലിയൊരു ആനുകൂല്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന മറ്റൊരു മാറ്റത്തെക്കുറിച്ചാണ് ഇനി പറയുവാൻ പോകുന്നത്. ഇതാണ് EDLI, അതായത് എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. ആദ്യം തന്നെ ഒരു കാര്യം അങ്ങ് പറയാം. നിങ്ങളൊരു PF ക്ലെയിമർ ആണെങ്കിൽ
നിങ്ങൾക്ക് കമ്പനി വഴി 2,50,000 മുതൽ 7,00,000 രൂപ വരെയുള്ള പരമാവധി ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ പൂർണ്ണമായും സൗജന്യമായി ലഭിക്കുന്നുണ്ട്. ഇതിനായി ജീവനക്കാർ ഒരു രൂപ പോലും പ്രീമിയം അടയ്ക്കേണ്ട ആവശ്യമില്ല. മുഴുവൻ തുകയും കമ്പനിയാണ് അടയ്ക്കുന്നത്. ജോലിയിലായിരിക്കുമ്പോൾ ഒരു ജീവനക്കാരന് മരണം സംഭവിച്ചാൽ അവരുടെ നോമിനിക്കോ കുടുംബത്തിനോ ഈ തുക ലഭിക്കും. എന്നാൽ മുൻപ് ഇതിൽ കടുത്ത ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. പുതിയ നിയമപ്രകാരം ഈ നിബന്ധനകളൊക്കെ മാറ്റി കുടുംബങ്ങൾക്ക് പരമാവധി ആനുകൂല്യം കിട്ടുന്ന രീതിയിലേക്ക് ഇത് മാറ്റിയിട്ടുമുണ്ട്. പഴയ നിയമമായിരുന്നപ്പോൾ ഇൻഷുറൻസ് തുക ലഭിക്കണമെങ്കിൽ മരണപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു വർഷം തുടർച്ചയായി ഒരേ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരേ UAN വഴി ജോലി ചെയ്തിരിക്കണം എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു. ജോലി മാറി പുതിയ കമ്പനിയിൽ കയറുമ്പോൾ ഇടയിൽ 1 2 ദിവസത്തെ ഗ്യാപ്പ് വന്നാൽ പോലും ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ. എന്നാൽ പുതിയ നിയമ ഭേദഗതി പ്രകാരം നിങ്ങൾ ഒരു ജോലി മാറി അടുത്ത ജോലിയിൽ പ്രവേശിക്കുന്നതിനിടയിൽ 60 ദിവസം, അതായത് 2 മാസം വരെയുള്ള ഗ്യാപ്പ് വന്നാൽ പോലും അത് തുടർച്ചയായ സർവീസായി തന്നെ കണക്കാക്കും. ഈ സമയത്ത് മരണം സംഭവിച്ചാൽ പോലും കുടുംബത്തിന് കുറഞ്ഞത് 2,50,000 മുതൽ 7,00,000 രൂപ വരെയുള്ള ഇൻഷുറൻസ് തുക കൃത്യമായി ലഭിക്കുകയും ചെയ്യും. പഴയ നിയമം അനുസരിച്ച് ഒരു വർഷത്തിൽ താഴെ മാത്രം സർവീസ് ഉള്ള അല്ലെങ്കിൽ PF അക്കൗണ്ടിൽ വളരെ കുറഞ്ഞ തുക മാത്രം ബാലൻസ് ഉള്ള ഒരാൾ മരണപ്പെട്ടാൽ ഇൻഷുറൻസ് തുക കണക്കാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പലപ്പോഴും ക്ലെയിം തുക വളരെ കുറഞ്ഞു പോവുകയോ നിരസിക്കപ്പെടുകയോ ചെയ്യുമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഒരു ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിച്ച് ഒരു വർഷം തികയുന്നതിന് മുൻപാണ് മരണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ പോലും അവരുടെ നിയമപരമായിട്ടുള്ള അവകാശികൾക്ക് കുറഞ്ഞത് 50,000 രൂപയുടെ അഷ്വേർഡ് ഇൻഷുറൻസ് തുക നിർബന്ധമായും ലഭിക്കും. അക്കൗണ്ടിൽ പണം ഉണ്ടോ ഇല്ലയോ എന്നത് ഇതിന് ബാധകമല്ല എന്നുള്ളതാണ്. പഴയ നിയമപ്രകാരം ജീവനക്കാരൻ ലീവിലായിരിക്കുമ്പോഴോ മറ്റോ PFിലേക്ക് പണം അടയ്ക്കുന്നത് താൽക്കാലികമായി നിന്ന സമയത്താണ് മരണം സംഭവിക്കുന്നതെങ്കിൽ കുടുംബത്തിന് ഇൻഷുറൻസ് നിഷേധിക്കാറുണ്ട്. ഇനി മുതൽ അവസാനത്തെ PF കോൺട്രിബ്യൂഷൻ വന്ന് 6 മാസം വരെയുള്ള കാലയളവിനുള്ളിലാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ അയാൾ കമ്പനിയുടെ ജീവനക്കാരുടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ കുടുംബത്തിന് ഈ സൗജന്യ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും എന്നായി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി ഒരു കമ്പനിയിൽ നിന്ന് രാജിവെച്ച് 25 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തു. നിർഭാഗ്യവശാൽ പുതിയ കമ്പനിയിൽ ചേർന്ന് 3 മാസത്തിനുള്ളിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന് കരുതുക. പഴയ നിയമപ്രകാരം ജോലിയിൽ ഒരു വർഷത്തെ തുടർച്ചയില്ലാത്തതുകൊണ്ടും പുതിയ കമ്പനിയിൽ 3 മാസം മാത്രമായതുകൊണ്ടും കുടുംബത്തിന് 7,00,000 പ്രധാന ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുവാൻ വലിയ നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം 60 ദിവസത്തെ ഗ്യാപ്പ് അനുവദനീയമായതുകൊണ്ടും ഒരു വർഷത്തിൽ താഴെ സർവീസ് ഉള്ളവർക്ക് പുതിയ സംരക്ഷണം ഉള്ളതുകൊണ്ടും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് അർഹതപ്പെട്ട ഇൻഷുറൻസ് തുക യാതൊരു തടസ്സവുമില്ലാതെ വേഗത്തിൽ ലഭിക്കുമെന്നുള്ളതാണ്. ഇതിലെല്ലാം പുറമെ മറ്റൊരു നല്ല കാര്യം കൂടി പുതിയ നിയമത്തിലുണ്ട്. മുൻപ് ഇൻഷുറൻസ് തുക പാസ്സായി വരാൻ മാസങ്ങളുള്ള ഓഫീസുകൾ കയറി ഇറങ്ങണം. എന്നാൽ പുതിയ ഒരു ഡിജിറ്റൽ നിയമപ്രകാരം എല്ലാ രേഖകളും സഹിതം ഓൺലൈനായി അപേക്ഷിച്ചാൽ വെറും 20 ദിവസത്തിനുള്ളിൽ EPF ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്തിരിക്കണം. യാതൊരു കാരണവുമില്ലാതെ വൈകിപ്പിച്ചാൽ ഉദ്യോഗസ്ഥർ പിഴയൊടുക്കേണ്ടി വരും എന്നാണ് ഈ നിയമം പറയുന്നത്. സോ നിങ്ങളുടെ ഈ നോമിനേഷൻ PF പോർട്ടലിൽ കൃത്യമായി ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. കാരണം നമ്മൾ പോർട്ടലിൽ വയ്ക്കുന്ന നോമിനി തന്നെയാണ് ഈ ഇൻഷുറൻസിനും അർഹനാവുന്നത്. നിങ്ങളുടെ അസാന്നിധ്യത്തിൽ കുടുംബത്തിന് തണലാകേണ്ട ഈ വലിയൊരു ആനുകൂല്യത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇനി പറയാൻ പോകുന്നത് PFൽ ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ നിലനിർത്തുന്ന എന്നാൽ 2026ൽ വലിയൊരു ആശ്വാസമായി മാറിയ ഒരു നിയമത്തെ പറ്റിയാണ് പറയുന്നത്. അതാണ് ജോലിയില്ലാത്ത കാലയളവിലെ PF ഇൻട്രസ്റ്റ്. പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ ജോലി രാജിവെച്ചു അല്ലെങ്കിൽ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. പുതിയ കമ്പനിയിലൊന്നും ചേർന്നിട്ടുമില്ല. എൻ്റെ PF അക്കൗണ്ടിലേക്ക് മാസാമാസം ഇനി പണം ഒന്നും വരില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ അക്കൗണ്ടിലുള്ള പഴയ പണത്തിന് ഇനിയും പലിശ കിട്ടുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരത്തിലാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമുള്ളത്. നമുക്കിത് കൃത്യമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പഴയ നിയമപ്രകാരം നിങ്ങൾ ജോലി രാജിവെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പുതിയ കോൺട്രിബ്യൂഷൻ വരുന്നത് നിൽക്കുകയോ ചെയ്താൽ തുടർച്ചയായി 36 മാസം, അതായത് 3 വർഷം വരെ അക്കൗണ്ട് നിഷ്ക്രിയമായി കിടന്നാൽ അതിനെ EPFO ഇനോപ്പറേറ്റീവ് അക്കൗണ്ട് അഥവാ നിഷ്ക്രിയ അക്കൗണ്ടായി പ്രഖ്യാപിക്കുമായിരുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ 3 വർഷത്തിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണത്തിന് പലിശ നൽകുന്നത് EPFO പൂർണ്ണമായും നിർത്തലാക്കുമായിരുന്നു. അതായത് 3 വർഷത്തിന് ശേഷവും നിങ്ങൾ പണം പിൻവലിച്ചില്ലെങ്കിൽ ആ പണം അവിടെ വെറുതെ കിടക്കും. ഒരു രൂപ പോലും പലിശ ഇനത്തിൽ കിട്ടുകയുമില്ല.
പണം നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ പലരും പെട്ടെന്ന് തന്നെ ഈ ഒരു പണം പിൻവലിക്കാൻ ഇത് കാരണമാവുകയും ചെയ്തു. എന്നാൽ പുതിയ നിയമപ്രകാരം ഇപിഎഫ്ഒ ഈ കടുത്ത നിബന്ധന പൂർണ്ണമായിട്ടും എടുത്തു മാറ്റി. നിങ്ങൾ ജോലി രാജിവെച്ചാലും പുതിയ കമ്പനിയിൽ ചേർന്നില്ലെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് നിന്നാലും നിങ്ങളുടെ റിട്ടയർമെന്റ് പ്രായം വരെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണത്തിനും കൃത്യമായി പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ അക്കൗണ്ട് ഇനാക്റ്റീവ് ആയെന്നൊരു കാരണം പറഞ്ഞ് പലിശ തടഞ്ഞു വെക്കുവാൻ ഇപിഎഫ്ഒയ്ക്ക് സാധിക്കില്ല എന്നാണ്. നിലവിലെ ഉയർന്ന പലിശ നിരക്കായ 8.25% അനുസരിച്ച് നിങ്ങളുടെ പണം അവിടെ കിടന്ന് വളർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. 35 വയസ്സുകാരിയായ ഒരു ജീവനക്കാരി വ്യക്തിപരമായ കാരണങ്ങളാൽ ജോലി രാജിവെച്ചു. അവരുടെ പിഎഫ് അക്കൗണ്ടിൽ 5 ലക്ഷം രൂപയുണ്ട്. അവർ അടുത്ത 10 വർഷത്തേക്ക് പുതിയ ജോലിക്ക് പോകുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ചിന്തിക്കുക. പഴയ നിയമപ്രകാരം ജോലി വിട്ട് 3 വർഷം, അതായത് 38 വയസ്സാകുന്നത് വരെ 5 ലക്ഷം രൂപയ്ക്ക് പലിശ കിട്ടും. അത് കഴിഞ്ഞ് അടുത്ത 7 വർഷത്തേക്ക് അക്കൗണ്ട് ഇനോപ്പറേറ്റീവ് ആകുന്നതിനാൽ പലിശയൊന്നും കിട്ടില്ല. പണം 5 ലക്ഷത്തിൽ തന്നെ നിൽക്കും. എന്നാൽ പുതിയ നിയമപ്രകാരം അവർക്ക് 35 വയസ്സിൽ ജോലി പോയാലും 58 വയസ്സാകുന്നത് വരെ, അതായത് അടുത്ത 23 വർഷത്തേക്ക് എല്ലാ വർഷവും ആ 5 ലക്ഷം രൂപയ്ക്കും അതിന്മേൽ വരുന്ന പലിശയ്ക്കും കൃത്യമായി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ലഭിക്കും. വിരമിക്കുന്ന പ്രായമാകുമ്പോൾ ഈ 5 ലക്ഷം രൂപ വലിയ അധ്വാനമൊന്നും കൂടാതെ തന്നെ ഏകദേശം 25 മുതൽ 30 ലക്ഷം രൂപ വരെയായി വളർന്നിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ സാമ്പത്തികപരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ജോലിയിലിരിക്കുമ്പോൾ പിഎഫിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്ക് ടാക്സ് ഇല്ല. എന്നാൽ ജോലി രാജിവെച്ച ശേഷമുള്ള കാലയളവിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പലിശ തുകയ്ക്ക് ഇൻകം ടാക്സ് ബാധകമാണ്. നിങ്ങൾ പണം പിൻവലിക്കുന്ന സമയത്ത് ഈ പലിശയുടെ നികുതി കണക്കാക്കപ്പെടും. അതായത് പുതിയ ജോലി കിട്ടാൻ വൈകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ താൽക്കാലികമായി ജോലിയിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുന്നത് കൊണ്ടോ നിങ്ങളുടെ പിഎഫ് പലിശ നഷ്ടപ്പെടുമെന്നോർത്ത് ഇനി ആരും പേടിക്കേണ്ടതില്ല. പണം അടിയന്തരമായി ആവശ്യമില്ലെങ്കിൽ നിലവിലെ നിയമം അനുസരിച്ച് അത് പിഎഫ് അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നതാണ് ബാങ്ക് എഫ്ഡിയേക്കാൾ ഏറ്റവും സുരക്ഷിതവും ലാഭകരവുമായ നിക്ഷേപം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിഎഫ് എന്ന് പറയുന്നത് വെറും മാസാമാസം നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന ഒരു തുക മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. അത് നമ്മുടെ വിയർപ്പിന്റെ വിലയാണ്. നമ്മുടെ വാർദ്ധക്യത്തിൽ ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സുരക്ഷാ കവചം കൂടിയാണ്. 2026 ഈ പുതിയ നിയമങ്ങൾ കൃത്യമായി ഉപയോഗിച്ചാൽ നമ്മുടെ ഭാവി ഭദ്രമാക്കാൻ തീർച്ചയായും സഹായകരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നിങ്ങളുടെ ഇൻഹാൻഡ് സാലറി കൂട്ടണോ അതോ കോമ്പൗണ്ടിംഗ് പവർ വഴി റിട്ടയർ ചെയ്യുമ്പോൾ കോടീശ്വരനാകണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇനി നിങ്ങൾ തന്നെയാണ്. ബുദ്ധിയുള്ള ഒരു ജീവനക്കാരൻ ഈ നിയമങ്ങൾ കേട്ട് വെറുതെ ഇരിക്കില്ല. പകരം ഇന്ന് തന്നെ യുഎഇൻ പോർട്ടൽ തുറന്ന് പാൻ കാർഡും ഈ നോമിനേഷനും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തും. നിങ്ങളുടെ ഈ ഒരു പണം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയാണ്. അതുകൊണ്ട് അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ ഒരു കാരണവശാലും ഈ പണം പാതി വഴിയിൽ പിൻവലിച്ച് കളയരുത്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വലിയൊരു അറിവായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിയമങ്ങൾ അറിയാതെ അവരുടെ അധ്വാനത്തിൻ്റെ 1 രൂപ പോലും ടാക്സ് ഇനത്തിൽ നഷ്ടപ്പെടുവാൻ പാടുള്ളതല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള പവർഫുൾ ഇൻഫർമേഷൻസ് ഇനി ഒന്നുപോലും മിസ്സാകാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ആദ്യം തന്നെ വീഡിയോ നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും മികച്ചൊരു സാമ്പത്തിക അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഈസ് മൈ സയൻസ് ഗാരേജ് signing off.